പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതെല്ലാം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കതെല്ലാം മാറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായി പറയാം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ ആരോപണം നേരിട്ടതാണ് അരുൺ കെ വിജയൻ. കാരണം അദ്ദേഹം പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് മാറ്റാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹത്തിനെതിരെ സമരം നടത്തുന്നതും DCC അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയ ആളാണ് അരുൺ കെ വിജയൻ. അത് മാത്രമല്ല, എത്രയെങ്ങാനും ബൈറ്റുകൾ ഉണ്ടെന്നറിയാം. ഞാൻ ഇന്ന് നോക്കുമായിരുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത്, അന്നത്തെ പ്രതിപക്ഷമായ UDFൻ്റെ ഭാഗത്തു നിന്ന് എത്രയെങ്ങാനും ബൈറ്റാണ് ഈ അരുൺ കെ വിജയനെതിരെ ഉള്ളതെന്നറിയോ. ആ അരുൺ കെ വിജയനെ അവിടുന്ന് മാറ്റിയിട്ട് വ്യവസായ വകുപ്പിൻ്റെ ഏറ്റവും തലപ്പത്തെ പോസ്റ്റിൽ കൊണ്ടിരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ അരുൺ സാർ പറയുന്നില്ല, പിണറായി വിജയൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക. അപ്പം അതിനൊരു പ്രശ്നമില്ല. അതിന് ആ അർത്ഥത്തിൽ എന്തെങ്കിലും പറയേണ്ട കാരണം അതെന്താണ്, അത് ഞങ്ങളുടെ വകുപ്പിൽ ഇന്റേണൽ കാര്യങ്ങളാണ്. അങ്ങനെ വകുപ്പിൽ ഇന്റേണൽ കാര്യങ്ങളല്ല നടക്കുന്നത്, അവിടെ ഇന്റേണൽ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആർക്കും ഇല്ല. എന്താണ് അവിടുത്തെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഇതെന്താണ്, ഇത് ഏറ്റവും വലിയ അഴിമതി ആരോപണം നേരിടുന്ന ഒരാളെ ഏറ്റവും വലിയ വകുപ്പിൻ്റെ എന്ന് പറയാൻ കേരളത്തിലെ രണ്ടാമത്തെ വകുപ്പ്, മൂന്നാമത്തെ വകുപ്പാണ് വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡയറക്ടറായി പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ജാജു ബാബുവിൻ്റെ കാര്യത്തിനകത്ത്, AGയുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നേ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഡ്വൈസറായിരുന്നു, ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്നതിലേക്ക് അപ്പുറം ഞാൻ കാണുന്നത് ഈ ഇലക്ഷനെ എങ്ങനെയാണ് UDF നേരിട്ടത് വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ്. വെള്ളാപ്പള്ളി വർഗീയ പ്രസ്താവനകൾ നടത്തിയും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങളും അതുപോലെ വലിയ കേസുകളും ഉണ്ട് പറഞ്ഞു നിന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്ന ഒരാളെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സീനിയർ അഭിഭാഷകനായി നിൽക്കുന്ന ജാജു അവനെ AG ആയി നിയമിക്കുകയാണ്. എത്ര കേസാണ്, 34 കേസ് കണ്ടാണ് മൊത്തം അതിൻ്റെ അകത്തുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ആ AGനെ ഇവരെങ്ങനെയാണ് ഇനി ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്? ഇതിനോട് ലീഗിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ഇതിനോട് മൈനോറിറ്റി വിഭാഗത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ആ അർത്ഥത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം അദാനിയുമായി VD സതീശൻ എന്താ ബന്ധം, അദാനി AKG സെൻറ്ററിൽ വന്നിട്ടുണ്ടല്ലോ എന്ന്. ഈ നിലപാടാണോ അത് അദാനിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കുള്ളത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് അദാനിയുമായിട്ട് ഒരു സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ ഒരാളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പാർലമെന്റിലെ പ്രസംഗം എടുത്ത് കേട്ടു നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദാനിയെ കുറിച്ചിട്ട്. ആ അദാനിയുടെ CEO ആയിട്ട് എന്തിനാണ് ചോദിക്കാതെ പറയേണ്ടതാണ് അതൊക്കെ. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര ദിവസം വാർത്ത കൊടുത്തു, ഈ വാർത്തകൾ കൊടുക്കുന്നതൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലേ എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. സ്മൃതി മാഡം, നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് CPM അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഉത്തരവില്ല. CPM അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടാവുക. CPM നവീൻ ബാബുവിനെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ മാസങ്ങളോളം സമരം നടത്തിയത്, അല്ലേ? നിങ്ങൾ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മാസങ്ങളോട് റിപ്പോർട്ടർ TV എത്ര നാൾ വാർത്ത ചെയ്തിട്ടുണ്ട് അജിത് കുമാറിനെതിരെ, അല്ലേ? എന്തുകൊണ്ടാണ്? അപ്പം അത് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞതെന്താ, നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദി എന്ന് പറയുന്ന ഈ അന്നത്തെ കളക്ടറായ അരുൺ കെ വിജയൻ തടയാത്തത് കൊണ്ടാണ്, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തടയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് എടുക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, അരുൺ സാർ പറഞ്ഞ പോലെ, ഈ രക്തൻ യു കേൽക്കർ എന്ന് പറയുന്നത് നല്ല ഉദ്യോഗസ്ഥനാണെന്നും കഴിവുള്ള ഉദ്യോഗസ്ഥനെന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ഒരാൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താണ്, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് കൂളിംഗ് പീരീഡ് കൊടുക്കണമെന്ന്, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഉന്നത പദവികൾ കൊടുക്കരുത്, അത് സംശയത്തിന് ഇടവരുത്തും. അതുകൊണ്ട് ഒരു കൂളിംഗ് പീരീഡ് കൊടുക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിനെ പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് വിഷയത്തിൽ, അദാനിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് തള്ളുന്നത് ആര്, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പം ഇത് ആ കൂളിംഗ് പീരീഡ് ഇല്ലാതെ അവിടെ ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ വേറെ ഇതിൽ പോസ്റ്റിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു 6-7 മാസം കഴിഞ്ഞ് ഈ ഇലക്ഷൻ്റെ ബഹളം കഴിഞ്ഞതിന് ശേഷം അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേര് ദോഷമാക്കേണ്ടി വരില്ലല്ലോ. പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ. നേരെ നിങ്ങൾ ആ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ അധികാരത്തിൽ വന്നത്. ഈ അധികാരത്തിൽ 10 ദിവസം ആയിട്ടുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമല്ല. ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുക. കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നവീൻ ബാബു വിഷയത്തിനകത്ത് ഇങ്ങനെ ഒരു നിലപാട് വിളിച്ചാൽ അത് 10 ദിവസമായി 5 ദിവസമായി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ പറയുന്ന അദാനിയുമായി ബന്ധപ്പെടരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾ 5-6-10 ദിവസമായിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ളതാണോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഉപകാരസ്മരണയുടെ ഭാഗമായിട്ടാണോ ഈ രക്തൻ യു കേൽക്കറിനെ അവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വെച്ചത് എന്ന് പറയുന്നതിനകത്ത്? അപ്പം നിങ്ങൾ അന്നേരം പറയുന്നതിന് ഉചിതം എന്താണ്, നിങ്ങൾ അബ്രാഹത്തിനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വെച്ചില്ല എന്നുള്ളത്. അത് നിങ്ങൾ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തിട്ടാണല്ലോ നിങ്ങളിവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്.
പറയുന്നത്. അത് നിങ്ങൾ തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ അതിന് എന്താ അർത്ഥമാണത്? ഈ കളക്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നുണ്ട്. കളക്ടർമാരുടെ നിയമനത്തിന്റെ കാര്യത്ത് കേരളത്തിലെ പ്രതിപക്ഷമല്ല കേട്ടോ പറയുന്നത്, ഭരണപക്ഷി മന്ത്രിമാരാണ് പറയുന്നത്. ഞങ്ങളുടെ വകുപ്പുമായിട്ട് ആലോചിക്കാതെ റവന്യൂ മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല റവന്യൂ ഏത് കളക്ടർമാരെ മാറ്റിയത് എന്നുള്ള. റവന്യൂ മന്ത്രി കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നീക്കേണ്ടത് റവന്യൂ മന്ത്രിയാണല്ലോ. അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഏതൊക്കെ വകുപ്പിൽ ഏതൊക്കെ കളക്ടർമാരെയാണ് നിയമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളിൽ വരെ അപ്പം ഈ അപ്പം ടീം UDF എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അപ്പോയിൻമെന്റ് ഇല്ലാത്തതും കാര്യങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി മാത്രമാണ് ടീം UDF. അതിനുശേഷം ടീം UDF ആവശ്യമില്ലേ? അറിയത്തില്ല. അപ്പൊ ഇത് 10 ദിവസം കൊണ്ട് ഇത്രേ വന്നുള്ളൂ എന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല. 10 ദിവസം കൊണ്ട് എന്ത് ചെയ്തു എന്നാണ് കേരളം നോക്കുന്നത്. ഈ ആദ്യത്തെ ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ, ഹണിമൂൺ പീരീഡിലാണ് കേരളത്തിലെ സർക്കാരിന്റെ ജനങ്ങൾ അളക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 വർഷം ഉണ്ടല്ലോ, ഞങ്ങൾ 5 വർഷം കൊണ്ട് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല. നിങ്ങൾ ആദ്യത്തെ 10 ദിവസം എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 20 ദിവസം എന്ത് ചെയ്യുന്നു, അതോടെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. ആ കാര്യം മനസ്സിലാകുന്ന ചെറിയ രൂപങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്.